വൈകിട്ട് നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് എന്ന് പറയുമ്പോൾ ഇന്നലെ അർദ്ധരാത്രി നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇന്ന് രാവിലെയും ദോഹയിൽ പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ഏകദേശം 11-ലേറെ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ ആ ശബ്ദം കേട്ടതുമാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഇവിടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഒരു അലർട്ട് വരാറുണ്ട്. ഒരു അലർട്ട് മെക്കാനിക് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം നമ്മുടെ മൊബൈലൊക്കെ വന്നിരുന്നു. ഇങ്ങനെ ഈ ജാഗ്രത മെസ്സേജുകൾ വന്നിരുന്നു. ഇന്നും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതാനും മണിക്കൂറുകളായി ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കാണാറുള്ളത് ഇന്നലെ രാത്രിയും അതുപോലെ ഇന്നലെ പകലുമൊക്കെ നമ്മൾ കണ്ടിരുന്നത് ആകാശത്ത് വെച്ച് മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന രംഗങ്ങൾ പതിവായി എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ദോഹ എന്ന് പറയുന്ന അത്ര വലിയൊരു പ്രദേശമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടേക്ക് വരുന്ന മിസൈലുകൾ, ആ മിസൈലുകളിലെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന മിസൈലുകൾ ഇങ്ങനെ ആകാശത്തിലുള്ള കാഴ്ച സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഈ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ താഴെ പതിച്ച് പലയിടങ്ങളും തീ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇവിടുത്തെ ദോഹയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇങ്ങനെ ഒരു തീ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ തീ അണച്ചതായും അവിടെ ആർക്കും ആളപായമില്ല, ആർക്കും പരിക്കേറ്റില്ല എന്നുകൂടി ഇവിടുത്തെ സിവിൽ ഡിഫൻസ് വ്യക്തമാക്കുകയുണ്ടായി. ഇതുമായി സിവിൽ ഡിഫൻസിൻ്റെ കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയമാണ് ഔദ്യോഗിക ഒഫീഷ്യൽ ട്വിറ്റർ അതുപോലെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വഴി വ്യക്തമാക്കുകയുണ്ടായത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഏതെങ്കിലും തരത്തിൽ അവശിഷ്ടം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുത്, അതിനെ തുടരുത് എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ നിലവിലുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ 999 എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മുമ്പ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ് റിലീസ് കൂടി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രകാരം ഇങ്ങനെ the ministry emphasized the importance of avoiding gatherings. ഒരു കൂട്ടം കൂടി നിൽക്കുന്ന ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നു. അതുപോലെ ഹെഡിങ് ടു ഇൻസിഡൻറ്റ് സൈറ്റ് ടു എൻഷുർ ദ സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് ആംബുലൻസ് വെഹിക്കിൾ. ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് അവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതോ അങ്ങോട്ട് പോകുന്നതോ ഉണ്ടാകാൻ പാടില്ല. കാരണം അവിടേക്കുള്ള ആംബുലൻസ് മൂവ്മെൻറ്റ്, സിവിൽ ഡിഫൻസ് മൂവ്മെൻറ്റിനൊക്കെ ഇത് തടസ്സം നേരിടും. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പെട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ സുഗമമായി നടക്കണമെങ്കിൽ അവിടേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരുപാട് വിഷ്വലുകൾ നമുക്ക് കാണാം. കൂട്ടമായിട്ട് ചില സമയത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഗ്യാതറിങ്സുകൾ അവിടെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം പങ്കുവച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 999 എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൂടി ഈ വാർത്താക്കുറിപ്പിലും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടി തന്നെ ഇവിടുത്തെ വിമാന സർവീസുകൾ ഇതുവരെ പുനരാരംഭിക്കാനായിട്ടില്ല. നാളെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തരാമെന്നുള്ളതാണ് ഖത്തർ എയർവേസ് അടക്കമുള്ള ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്കൂളുകൾ അടഞ്ഞുകിടക്കുക, ആ സ്കൂളുകൾ പഠനം ഓൺലൈനാക്കിയിട്ടുണ്ട്. പൊതുമേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോമാണ്. സ്വകാര്യ മേഖല വളരെ നേരിയ തോതിൽ മാത്രമാണ്, വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളത്. മിക്ക ആളുകളും ഇപ്പോഴും അകത്ത് തന്നെയാണുള്ളത്. പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, നമ്മൾ അകത്ത് കഴിയണം, സ്റ്റേ ഇൻഡോർ എന്നുള്ളതാണ്, അകത്ത് തന്നെ കഴിയണം. രണ്ടാമത്, വളരെ അടിയന്തര സാഹചര്യത്തിന് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്, ജനൽ പോലെ വാതിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ പാടില്ല. ജനലിലൊക്കെ ഈ അവശിഷ്ടങ്ങൾ വീഴുന്ന സമയത്ത് നമ്മൾക്കിവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്ന രംഗം നമുക്ക് എല്ലായിടത്തും കാണാം. ഇന്നലെ അങ്ങനെ കാണാമായിരുന്നു. ഇങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ജനൽ പതിച്ചിട്ട് ചില്ലൊക്കെ ശരീരത്തിൽ പറ്റി പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ജനലിൻ്റെ അടുത്ത് നിൽക്കരുതെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ സുരക്ഷാ മുൻകരുതലുകൾ കൂടി അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക അപ്ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ്. പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ ആഭ്യന്തര മന്ത്രാലയവും നടത്തിയ സംയുക്തമായ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന പ്രകാരം 66 തവണയാണ് ഇന്നലെ ഈ രാജ്യത്തെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തത്. ഇതിൽ രണ്ടെണ്ണം ഒഴികെയുള്ള എല്ലാറ്റിനെയും നിഷ്പ്രഭമാക്കി ആ
നിഷ്ഫലമാക്കി എന്നുള്ളതാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ഒരു ഡ്രോൺ കൂടി താഴേക്ക് പതിക്കുകയുണ്ടായി. ഈ ഒരു ഡ്രോണും അതുപോലെ 2 മിസൈലും പതിച്ചത് അൽ ഉദൈദ് വ്യോമതാവളത്തിലാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനവാസ കേന്ദ്ര മേഖലകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഔട്ട്സ്കർട്ടുകളിലോ ഒന്നും യാതൊരു തരത്തിലുള്ള മിസൈലുകളോ ഇത്തരം അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ നിന്ന് കാണുന്ന ചില വിഷ്വൽസുകളുണ്ട്. ആ വിഷ്വൽസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മിസൈലിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ ഇതുപോലെ ഹൈലി ഇംപ്ലൈമബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ പെട്രോൾ ടാങ്കോ അതുപോലെയുള്ള കാറിൻ്റെ ഒക്കെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുകയുണ്ട്. ഈ പുക കാണുമ്പോൾ അത് വലിയ അളവിലുള്ള പുക കാണാറുണ്ട്. അങ്ങനെ ഒരു പുകയാണ് ഇന്ന് രാവിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടായി